ഇന്ന് നമ്മൾ പനീർ ബട്ടർ മസാല ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്ന് ഈസി ആയിട്ട് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ ഞാനൊരു കുക്കർ ഇപ്പോൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതേ കുക്കറിൻ്റെ അകത്ത് മീഡിയം സൈസ് 3 സവാള കേട്ടോ കട്ട് ചെയ്തിട്ടാക്കണേ. കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തിട്ടാക്കണേ. അപ്പം അത് നമുക്ക് 3 മീഡിയം സൈസ് സവാള ഇടണം. അതിന് ശേഷം 2 തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് ഇട്ടാക്കുന്നത്. അപ്പോൾ തക്കാളിയും സവാള ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ ഇതൊക്കെ ഞാനിനി കുക്കറിനകത്ത് ഇടാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ കുക്കറിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എന്താ ഒരു മുളക് ഇടാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ചേർക്കണമെങ്കിൽ 2 പച്ചമുളകും വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ഒരു മുളകാണ് ആഡ് ചെയ്താക്കുന്നത്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളിത് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ മാത്രമേ നമ്മളിത് ബോയിൽ ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ തക്കാളിയും സവാളയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മിക്സി എടുത്തിട്ട് ഇത് ചൂടാറിക്കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ചൂടായതിനു ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പനീർ ബട്ടർ മസാലയുടെ ബേസിക് മസാല ഉണ്ടാക്കാനായിട്ട് ഇത് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് സ്പൈസസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടം അത് ആഡ് ചെയ്യുക. ഇനി ഇത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്യും. സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. അതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പം ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അധികം ബ്രൗൺ കളർ ആകണ്ട, പിന്നെ ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് വരും. സോ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളിയും കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ സവാള ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സ് ആക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് ജിഞ്ചർ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിഞ്ചർ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം ഞാൻ കുറച്ച് മസാല ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഇതേ മസാലയുടെ കുത്തൽ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന ഗ്രേവി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഗ്രേവി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പനീർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ 200 ഗ്രാമാണ് പനീർ ആയിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് 200 ഗ്രാം പനീർ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുവാണേ. ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടു. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ കുറച്ചാണ് ആഡ് ചെയ്താക്കണേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല എന്താ പറയുക, നല്ല രസമായിരിക്കും. ഇതും കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം മിൽക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യും. കാരണം അതിനകത്ത് ഞാൻ ക്രീം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ക്രീം ആഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മളിത് മിൽക്ക് ആഡ് ചെയ്യാണ്. ഇപ്പോൾ ക്രീം ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് നമുക്ക് ക്രീമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രീം ഞാൻ ആഡ് ചെയ്യാത്തതുകൊണ്ട് കുറച്ചും കൂടെ മിൽക്ക് ഞാൻ ഇതിൽ യൂസ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം, മേത്തി ലീഫ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അതിന് ടേസ്റ്റ് നമ്മുടെ വാവച്ചിക്കുട്ടന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് രണ്ടും സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുവാണ്. മല്ലിയില. അപ്പോൾ നിങ്ങൾക്കത് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുകയാണ്. ഞാൻ ഇതിൽ ബട്ടർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ബട്ടർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യ് ആഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നെയ്യോ ബട്ടറോ ഏതെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കേട്ടോ. അപ്പോൾ ഇനി 10 മിനിറ്റ് ഞാൻ ഇത് വേകാനായിട്ട് വെക്കട്ടെ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കാം.
ഫൈനലി ഇതേ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ ബട്ടർ മസാല ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 സംഭവങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയും മേത്തി ലീവ്സും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് വാവച്ചിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ടില്ല, അതിന് പകരം നെയ്യാണ് ആഡ് ചെയ്താക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് നമുക്ക് ആഡ് ചെയ്യാം. രണ്ടും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ടേസ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഇത് ഇങ്ങനെ നിൽക്കുന്നേ, ബൈ ബൈ.